കാട്ടാനശല്യം രൂക്ഷമായ കോന്നി വനം ഡിവിഷനിലെ നടുവത്തമ്പുഴി റേഞ്ചിലെ കല്ലേലി കുളത്തുമൺ ഭാഗങ്ങളിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരമായി ഒരേ ആനകളാണോ ഒരേ സഞ്ചാരപഥമാണോ എന്നറിയുകയാണ് ലക്ഷ്യം. അച്ചൻകോവിലാർ നീന്തിക്കടന്നാണ് കൂട്ടമായും ഒറ്റയ്ക്കും ആനകൾ എത്തുന്നത്. ഒരേ വഴിയിലൂടെയാണ് സ്ഥിരമായി എത്തുന്നതെങ്കിൽ അവിടെ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങൾ കണക്കിലെടുത്ത് കോന്നി കല്ലേലിപ്പാതയിൽ 24 മണിക്കൂറും വനപാലകർ നിരീക്ഷണം നടത്തുന്നുണ്ട്. മുൻപില്ലാത്ത വിധം ആനയുടെ സാന്നിധ്യം പ്രക്ഷുബ്ധമാകാൻ കാരണം കൈതച്ചക്ക കൃഷിയാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ വനത്തോട് ചേർന്ന് നട്ട പുതിയ റബ്ബർ തോട്ടത്തിലാണ് കൈതക്കൃഷിയുള്ളത്. പഴുത്ത ചക്കയുടെ മണമാണ് ആനകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കൈതച്ചക്ക കൃഷി നശിപ്പിച്ച ഭാഗങ്ങളിൽ ആനയുടെ ശല്യം ഇപ്പോൾ ഇല്ല. പുതിയ കൃഷിയിടത്തിലാണ് ആനകളുടെ ശല്യം ഉയർന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനായി DFO പ്ലാന്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും ആനയുടെ സാന്നിധ്യം കൂടുതലായ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും നടുവത്തമ്പുഴി റേഞ്ച് ഓഫീസർ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ആന മൂലം ഉണ്ടായതെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും കർഷകനായ ഓമനക്കുട്ടൻ BM ന്യൂസിനോട് പറഞ്ഞു. ഞാനിവിടുത്തെ ഒരു കർഷകനാണ്. ഒരു 10-40 വർഷമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഞാനും കൃഷിയാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ആനശല്യം കൊണ്ട് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതിയാണ് ഇവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആന വരുന്നത്. അന്ന് ഇറങ്ങിയത് എൻ്റെ കൃഷിസ്ഥലത്താണ്. ഒരു 100-300 മൂട് വാഴ നശിപ്പിച്ചു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചാടിച്ചു വിട്ടു. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു, ബാക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ നിരന്തരം എല്ലാ ദിവസവും, ഇപ്പോൾ ഒരു 4-5 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വൈകിട്ട് ആന വന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. ഒരുപാട് ആൾക്കാരുടെ കൃഷികളും വീടുകളും എല്ലാം നശിപ്പിച്ചു. ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററും ജനവാസ മേഖലയിലൂടെ പോയി. ഇവിടെ വൈജു ജിജ ഇവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് വന്നു. എൻ്റെ ചേട്ടൻ ഒരാൾ സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു. വനപാലകരെ ഏത് സമയം വിളിച്ചാലും അവർ ഓടിയെത്തുന്നുണ്ടെന്നും കർഷകനായ ജനവ് പറഞ്ഞു. മുത്തൺ ഭാഗത്തെന്ന് പറയുമ്പോൾ താമരപ്പള്ളി അമ്പലം ഭാഗം എല്ലാം ആനകളുടെ ശല്യമാണ്. ഇപ്പം നാട്ടുകാരുടെ നിരന്തരമായ സമ്മർദ്ദം മൂലം, കൂട്ടായ പരിശ്രമം മൂലം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആന വരുന്ന വഴികൾ നോക്കി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ആന വരുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾ എല്ലാവരും ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ആന വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഫോറസ്റ്റുകാരും നമ്മോടൊപ്പം ഉണ്ട്. പടക്കം പൊട്ടിച്ചാലും ഒക്കെ അത്ര പെട്ടെന്ന് പോകാത്തൊരവസ്ഥയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആന ഇനി എന്നാണ് തിരിച്ച് നമ്മളുടെ നേരെ, ജനത്തിന് നേരെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഭയത്തോടെ ഭീതിയോടെ കഴിയുകയാണ്. കൃഷി ചെയ്യാതിരുന്നാലും ജീവന് ഭീഷണിയുള്ളത് കൊണ്ട് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണെന്ന് സമീപവാസിയായ ജീജ അരുൺ പറഞ്ഞു. ഇവിടെ ആന ഇറങ്ങി തുടങ്ങിയത് അന്ന്, പക്ഷെ കൃഷിയിടത്തിനുള്ള ആദ്യമായിട്ട് ഇറങ്ങിയത് അണ്ണൻ്റെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു അണ്ണൻ്റെ 4 ലക്ഷം രൂപയുടെ കാർഷിക വിള അന്ന് നശിപ്പിച്ചതാണ്. അതിനുശേഷം കഴിഞ്ഞ 30-ാം തീയതി മുതൽ കണ്ടിന്യൂ തുടർച്ചയായി ഞങ്ങളുടെ ഭാഗത്ത് ആനശല്യമാണ്. അപ്പം നിരന്തരമായ ആനശല്യത്തെ വളരെ പൊറുതിമുട്ടിയാണ് ഞങ്ങളുടെ ജീവിതം. രാത്രി ഉറക്കമില്ല, വളരെ വിഷയമാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരികളോട്, കാട്ടിൽ വസിക്കേണ്ടത് കാട്ടിൽ ജീവിക്കണം, നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ കാട്ടിൽ കയറി അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവർ കാട്ടിൽ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ട അതിൻ്റെ അധികാരികളാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാട്ടിൽ കയറി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഹാങ്ങിങ് ഫെൻസിങ് പോലുള്ളതും അല്ലെ ട്രെഞ്ച് പോലെ ശാശ്വതമായ ഒരു നടപടി എന്ന് പറയുന്ന ട്രെഞ്ച് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ ഈ ആനശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. 2 ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ വെച്ചതിനകത്ത് അതിനുശേഷം ഇതുവരെ ഒരു ആനകൾ ഇവിടോട്ട് വന്നിട്ടില്ല. അതിന് തൊട്ട് അതറിയില്ല, അറിഞ്ഞോണ്ടാണോ എന്നറിയത്തില്ല. അറിഞ്ഞോണ്ടായിരിക്കാം, ആ ക്യാമറ വെച്ച് അറിഞ്ഞോണ്ടായിരിക്കും ഒരു പക്ഷേ അതായിരിക്കാം ഒരു പക്ഷെ ഇറങ്ങിയില്ല. അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റുകാരുടെ കാര്യം പറയാം, ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. അവർ വിളിക്കുന്ന സമയം അല്ല, ഡെയിലി ഇവിടെ അവർ 2-3 പകൽ സമയങ്ങളിൽ പോലും പെട്രോളിംഗ് ഉണ്ട്. വിളിക്കുന്ന സമയം RRT ഉൾപ്പെടെ 2-3 വണ്ടിക്കകത്തുള്ളവരാണ് വരുന്നത്. എല്ലാ പത്രമാധ്യമങ്ങളും ഫോറസ്റ്റുകാരെ കുറ്റപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. അവർ ഞങ്ങളോടൊപ്പമാണ് നിലകൊള്ളുന്നത്. ഇനി MLA MP ഇവരെല്ലാവരും ഞങ്ങളോടൊപ്പം നിലനിന്ന് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
ഞങ്ങളുടെ ഈ ഭാഗത്ത് വേലി വന്നിട്ടില്ല. അതെന്തുവാ തീരുമാനം എന്നുള്ളത് അറിയത്തില്ല. ഞങ്ങളപ്പോൾ ഈ ഭാഗത്തുള്ളത് ഹാരിസണിന് ഇറങ്ങുന്ന ആനയാണ്. അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ഭാഗം രക്ഷപ്പെട്ടു. 5 കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ് ഇട്ട് കഴിയുമ്പോഴത്തേനും അവിടെ ഓക്കെയാണ്, ഒരു വിഷയവുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് BN ന്യൂസ്, പത്തനംതിട്ട.